പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഏതൊരു കോൺക്രീറ്റ് സ്ട്രക്ചറും കൂടുതൽ കാലം നിലനിൽക്കണമെങ്കിൽ യഥാസമയം മെയിൻ്റനൻസ് നടത്തുകയും അതുപോലെ തന്നെ റിപ്പയർ ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. അതല്ല എങ്കിൽ നമ്മൾ എത്ര വർഷത്തേക്ക് വേണ്ടിയിട്ടാണ് ഒരു നിർമ്മിതി ഉണ്ടാക്കിയിരിക്കുന്നത് അത്രയും കാലം ആ ബിൽഡിങ് അതല്ലെങ്കിൽ ആ കോൺക്രീറ്റ് സ്ട്രക്ചർ നിലനിൽക്കുന്നതല്ല. എന്നാൽ യഥാസമയം എല്ലാ കേടുപാടുകളും തീർത്തുകൊണ്ട് ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിനെ നമ്മൾ നിലനിർത്തുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതിലേറെ വർഷക്കാലം അത് നിലനിൽക്കുന്നതായിട്ട് നാം കാണുകയും ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ് നമ്മൾ കോൺക്രീറ്റ് സ്ട്രക്ചറുകൾ മെയിൻറ്റെയിൻ ചെയ്യുകയും റിപ്പയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒന്നാമതായിട്ട് ആ കെട്ടിടത്തിന് അതല്ലെങ്കിൽ ആ കോൺക്രീറ്റ് സ്ട്രക്ചറിന് പല സമയങ്ങളിലായിട്ട് സംഭവിച്ചിട്ടുണ്ടായേക്കാവുന്ന കേടുപാടുകൾ തീർക്കുക, അതിനെ പഴയ ആ രൂപത്തിൽ തന്നെ നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം നമ്മൾ ഒന്നാമതായിട്ട് റിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ മെയിൻ്റനൻസ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് സ്ട്രക്ചറിന് സംഭവിച്ചേക്കാവുന്ന ബലക്ഷയം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാവാം നമ്മൾ ഇതേപോലുള്ള മെയിൻ്റനൻസുകൾ ചെയ്യുന്നത്, അതല്ലെങ്കിൽ റിപ്പയറുകൾ ചെയ്യുന്നത്. പ്രധാനമായും 4 തരത്തിലുള്ള മെയിൻ്റനൻസ് പ്രക്രിയകളാണ് ഉള്ളത്. ഒന്നാമതായി പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ്. രണ്ടാമതായി റെമേഡിയൽ മെയിൻ്റനൻസ്. മൂന്നാമതായി റൂട്ടീൻ മെയിൻ്റനൻസ്. നാലാമത്തേത് സ്പെഷ്യൽ മെയിൻ്റനൻസ്. നമുക്കറിയാം ഏതൊരു സ്ട്രക്ചറും കേടുവരാതെ സൂക്ഷിക്കുന്നതാണ് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചതിന് ശേഷം അത് സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന്. അപ്പോൾ അതാണ് ഈ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി നമ്മൾ ചെയ്യുന്ന വർക്കുകളാണ് ഈ പറയുന്ന പ്രിവെൻറ്റീവ് മെയിൻ്റനൻസിൽ ഉൾപ്പെടുക. രണ്ടാമത്തേത് റെമേഡിയൽ മെയിൻ്റനൻസ്. എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ മെയിൻ്റനൻസുകളും റിപ്പയറുകളും ഒക്കെ ചെയ്യുന്നതാണ് റെമേഡിയൽ മെയിൻ്റനൻസ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുക. മൂന്നാമത്തേത് റൂട്ടീൻ മെയിൻ്റനൻസ്. നമ്മൾ യഥാസമയം നമ്മുടെ സ്ട്രക്ചർ ശ്രദ്ധിക്കുകയും വേണ്ട വിധത്തിൽ ഇൻസ്പെക്ഷൻ നടത്തുകയും സമയാസമയങ്ങളിൽ പെയിൻ്റ് അടിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ സംരക്ഷിച്ച് പോരുന്നതാണ് അതിൻ്റെ റൂട്ടീൻ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. നാലാമത്തേത് സ്പെഷ്യൽ മെയിൻ്റനൻസ്. ഈ നാലാമത്തെ ഇനം എന്ന് പറയുന്നത് ചില സ്പെഷ്യൽ കാറ്റഗറിയിൽപ്പെട്ട സ്ട്രക്ചറുകൾക്കുള്ള മെയിൻ്റനൻസുകളാണ്. അതായത് തെർമൽ പവർ പ്ലാന്റുകൾ, മറ്റു പവർ പ്ലാന്റുകൾ, അതോടൊപ്പം തന്നെ നമ്മുടെ ഡോക്ക് യാർഡുകൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നടത്തുന്ന പ്രത്യേക രീതിയിലുള്ള അതല്ലെങ്കിൽ പ്രത്യേകം കെയർ ചെയ്തിട്ടുള്ള മെയിൻ്റനൻസുകളാണ് വാസ്തവത്തിൽ സ്പെഷ്യൽ മെയിൻ്റനൻസ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുക. അപ്പോൾ പ്രധാനമായിട്ടും ഈ ആദ്യം പറഞ്ഞ 3 മെയിൻ്റനൻസുകളാണ് നമ്മൾ സാധാരണ നിലയിൽ ഒരു ബിൽഡിങ്ങിനോ അതല്ലെങ്കിൽ ഒരു പാലത്തിനോ ഒക്കെ ആയിട്ട് നടത്തുന്ന മെയിൻ്റനൻസ് പ്രക്രിയകൾ എന്ന് പറയുന്നത്. ഒരു സ്ട്രക്ചറിന് കേടുപാടുകൾ സംഭവിക്കണമെങ്കിൽ എന്തെല്ലാം കാരണങ്ങൾ ഉണ്ടായേക്കാം എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തേത് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ആണ്. അറ്റ്മോസ്ഫിയറിക് ഏജൻസീസിൽ തന്നെ മഴ ഒരു പ്രധാന ഘടകമാണ്. നാച്ചുറലായിട്ട് ഒരു കെട്ടിടത്തിന് കൂടുതൽ കേടുപാടുകൾ സംഭവിക്കുക മഴക്കാലം കൂടുതലുള്ളപ്പോഴാണ്. മഴവെള്ളം കോൺക്രീറ്റ് സ്ട്രക്ചറുകൾക്ക് ഉള്ളിലേക്ക് തുളച്ച് കയറുന്നത് മൂലം സ്ട്രക്ചറിന് പലതരത്തിലുള്ള കേടുപാടുകളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കൊറോഷൻ. കോൺക്രീറ്റുകൾക്ക് ഉള്ളിലുള്ള കമ്പികൾ തുരുമ്പ് പിടിച്ച് ആ കോൺക്രീറ്റ് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ടെമ്പറേച്ചറിലുള്ള മാറ്റങ്ങൾ. ചൂടുകാലങ്ങളിൽ ടെമ്പറേച്ചർ അധികരിക്കുകയും അതുപോലെ തന്നെ മറ്റു സമയങ്ങളിൽ ടെമ്പറേച്ചർ കുറവായും കാണപ്പെടുന്നു. ചൂടുകാലങ്ങളിൽ രാത്രിയും പകലും തന്നെ ടെമ്പറേച്ചറിലുള്ള വലിയ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും കോൺക്രീറ്റ് സ്ട്രക്ചറുകളിൽ അതിനനുസൃതമായിട്ടുള്ള വിള്ളലുകൾ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ വേനൽക്കാലങ്ങളിൽ ഈ എക്സ്പാൻഷൻ വർദ്ധിക്കുകയാണ് എങ്കിൽ വർഷകാലങ്ങളിൽ
സ്ട്രക്ചറുകൾ ചുരുങ്ങുവാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അത്തരം സാഹചര്യങ്ങളിലും കോൺക്രീറ്റ് സ്ട്രക്ചറുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊരു കാരണം കെമിക്കൽ റിയാക്ഷൻസ് ആണ്. കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ടായേക്കാവുന്ന ആസിഡുകളും ബേസുകളുമൊക്കെ ഈ കെമിക്കൽ റിയാക്ഷന് ഒരു കാരണമായേക്കാം. അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ നിന്ന് പൊടിപടലങ്ങളോടൊപ്പം മഴ പെയ്യുന്ന സന്ദർഭങ്ങളിൽ കെമിക്കൽ പാർട്ടിക്കിൾസ് കോൺക്രീറ്റ് സ്ട്രക്ചറിൽ പതിക്കുക മൂലം ആ സ്ട്രക്ചറിന് കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മൂന്നാമത്തെ ഒരു ഘടകം കാറ്റാണ്. കാറ്റടിക്കുമ്പോൾ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഈ കോൺക്രീറ്റ് സ്ട്രക്ചറുകളിൽ ആഞ്ഞു പതിക്കുകയും അത് കാർബണേഷന് കാരണമാവുകയും ചെയ്യുന്നു. കോൺക്രീറ്റ് സ്ട്രക്ചറുകൾ വലിയ തോതിൽ നശിക്കുവാനുള്ള ഒരു കാരണം കൂടിയാണ് ഈ കാർബണേഷൻ എന്ന് പറയുന്നത്. പിന്നെ കോൺക്രീറ്റ് സ്ട്രക്ചറുകൾക്ക് ഡിഫക്റ്റ് ഉണ്ടാകാവുന്ന മറ്റു കാരണങ്ങൾ എന്ന് പറയുന്നത് മോശം മെറ്റീരിയൽ ഉപയോഗപ്പെടുത്തുക, അതുപോലെ തന്നെ മോശം വർക്ക്മാൻഷിപ്പ്, നല്ല സ്കിൽഡ് അല്ലാത്ത തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുക, അതുപോലെ തന്നെ സൂപ്പർവിഷൻ്റെ അഭാവം, ക്വാളിറ്റി കൺട്രോളിന് യാതൊരു സ്ഥാനവും നൽകാതിരിക്കുക, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടും കോൺക്രീറ്റ് സ്ട്രക്ചറുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു പോയാൽ ഒരു കോൺക്രീറ്റ് നിർമ്മിതി വളരെ കാലം, നമ്മൾ ഉദ്ദേശിച്ചതിലും അധികം കാലം അത് നിലനിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. അതല്ല എങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാലം അത്രയും അത് നിലനിൽക്കാതെ നേരത്തെ തന്നെ അത് നിലംപൊത്തുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. താങ്ക് യു.